ഹായ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് കുക്കീസാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. ആദ്യം ഒരു പാനിലേക്ക് 50 ഗ്രാം ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. 100 ഗ്രാം വാങ്ങിക്കുന്ന ആ ഒരു പാക്കിൻ്റെ പകുതി ഭാഗത്തോളാണ് കേട്ടോ ഈ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 50 ഗ്രാം ഏകദേശം വെയിറ്റ് വരുന്നുണ്ടാവും. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊരു ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ച് കഴിഞ്ഞാൽ 1/4 കപ്പോളം ഉണ്ടാവും. വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിലാണ് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കേണ്ടുള്ളൂ. ചെറിയ തരിയാണെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു എഗ്ഗും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഒരു ഫോർക്കോ സ്പൂണോ അതല്ലെങ്കിൽ ഇതുപോലുള്ളൊരു വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മുട്ടയുടെ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. നമുക്കൊരു ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ വിസ്കൊന്നെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പഞ്ചസാര പൊടിഞ്ഞതായതുകൊണ്ട് തന്നെ പഞ്ചസാര അലിയേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്ലോറാണ് കേട്ടോ. 1 കപ്പ് മൈദ, അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത്രയാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തരിച്ചെടുക്കുന്ന ടൈമിൽ അരിപ്പേരനെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയിട്ട്. ഞാനിപ്പോൾ തരിച്ചെടുക്കുന്ന ടൈമിൽ ഇതിലിടാൻ മറന്നു പോയതുകൊണ്ടാണ് ഈ കപ്പിലിട്ടിട്ട് തന്നെ മിക്സ് ചെയ്യണത്. അതല്ലാന്ന് വെച്ചെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. നന്നായി മിക്സ് ചെയ്തെടുത്താലാണ് ആ ഒരു ബേക്കിംഗ് സോഡയൊക്കെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ ആയിട്ടിട്ട് ഈ ബാറ്ററിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുമിച്ച് ഇടരുത്, കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു കപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടാണ് നമുക്ക് ഇനി ഫ്ലോർ വേണോ വേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഇത്തിരി ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ ഏകദേശം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഈ ഒരു ബാറ്ററിന് ഒരു ഒട്ടി പിടിക്കുന്നത് പോലെ തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ 1 ടീസ്പൂൺ കൂടി മൈദ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ കൂടി മൈദ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബാറ്ററിൻ്റെ ഒരു ഇത്തിരി ലൂസ് പോലെ തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 1 സ്പൂൺ മൈദ കൂടി ഞാൻ ചേർത്ത് കൊടുത്തപ്പോൾ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു സ്പൂണായിട്ട് കോരിയെടുത്ത് 1 സ്പൂണിൻ്റെ ഒരു അളവിലാണ് ഞാൻ എടുക്കുന്നത്. അത് കോരിയെടുത്തിട്ട് ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു കുക്കീസിൻ്റെ ഒക്കെ ഒരു ആ ഷേപ്പിൽ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ നമ്മൾ കോരിയെടുക്കുക. അതിന് ശേഷം ഒരു കുക്കീസിൻ്റെ ആ ഒരു ഷേപ്പാക്കി കൊടുത്തിട്ട് ഈ ഒരു ഇതിൽ മുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവൻ മാവും അതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു ബേക്കിംഗ് ട്രേയിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റോളം വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രേയിൽ ഞാൻ കുറച്ചൊരു മൈദ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് ഈ കുക്കീസ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റും കൂടി ചോപ്പ് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 180 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റോളം ആകുമ്പോൾ തന്നെ നല്ല കറക്റ്റായി ബേക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.